ഇന്ന് പലരും ഉപയോഗിക്കുന്ന ഒന്നാണ് ജിമെയിൽ അല്ലെങ്കിൽ ഇമെയിൽ. എങ്ങനെയാണ് അത് വന്നതെന്ന് നോക്കാം. 2004 ഏപ്രിൽ 1 ഗൂഗിൾ താങ്കളുടെ ഇമെയിൽ സർവീസായ ജിമെയിലിന് തുടക്കമിട്ടത്. ലോകവ്യാപകമായി 180 കോടി ഉപയോക്താക്കളാണ് ഇന്ന് ജിമെയിലിനുള്ളത്. ലോകത്തെ ഇമെയിൽ ഉപയോക്താക്കളിൽ 27% പേരും ജിമെയിലിനെയാണ് ഇന്ന് ആശ്രയിക്കുന്നത്. 20 വർഷം മുൻപ് മറ്റ് ഇമെയിൽ ഇൻബോക്സുകളുടെ സ്റ്റോറേജ് സ്പേസ് കേവലം 2-4 മെഗാബൈറ്റിൽ ഒതുങ്ങിയിരുന്ന സമയത്താണ് 2004 ഏപ്രിൽ 1 1 GB സ്റ്റോറേജുമായി ഗൂഗിൾ ജിമെയിലിനെ തുടക്കമിട്ടത്. അന്നേ ദിവസം ഗൂഗിളിന്റെ തൊഴിലിനായുള്ള അഭിമുഖത്തിൽ പങ്കെടുത്ത ഗൂഗിളിന്റെ ഇന്നത്തെ CEO സുന്ദർ പിച്ചെ പോലും അതൊരു ഏപ്രിൽ ഫൂൾ ആകാനാണ് കരുതിയിരുന്നത്. ഗൂഗിളിന്റെ ഡെവലപ്പറായിരുന്ന 26-കാരൻ പോൾ ബുഹൈറ്റ് ആയിരുന്നു ജിമെയിലിന്റെ സൃഷ്ടാവ്. ഗൂഗിളിന്റെ പല ഉൽപ്പന്നങ്ങളും സേവനങ്ങളും ഏകോപിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ജിമെയിലിന്റെ നിർമ്മിതി ആദ്യം 100 MB സ്റ്റോറേജ് സ്പേസ് ആണ് പദ്ധതിയിട്ടിരുന്നതെങ്കിലും പിന്നീട് അത് 1 GB ആക്കി മാറ്റുകയായിരുന്നു. ഗൂഗിളിന്റെ ജീവനക്കാർക്കിടയിൽ പരീക്ഷണാടിസ്ഥാനത്തിൽ ഉപയോഗിച്ച ശേഷമാണ് 2004 പൊതുജനങ്ങൾക്കായി ജിമെയിൽ അവതരിപ്പിച്ചത്. ഇന്ന് 180 ലക്ഷം ഉപയോക്താക്കളാണ് ജിമെയിലിനുള്ളത്. പുതിയ ഫീച്ചറുകളുമായി ജിമെയിലിനെ ഗൂഗിൾ നിരന്തരം നവീകരിച്ചു കൊണ്ടിരിക്കുകയാണ്. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ സഹായത്തോടെയുള്ള നിരവധി ഫീച്ചറുകൾ ഇന്ന് ജിമെയിലിനുണ്ട്. മെയിലുകൾ എഴുതുന്നതും അനായാസമാക്കാനുള്ള ഹെൽപ്പ് മീ റൈറ്റ്, സ്മാർട്ട് കമ്പോസ്, സ്മാർട്ട് റിപ്ലൈ, ടാബ്ഡ് ഇൻബോക്സ്, സമ്മറി കാർഡ്സ്, മറുപടി അയക്കാൻ മറക്കാതിരിക്കാൻ, നഡ്ജിംഗ് തുടങ്ങിയ ഫീച്ചറുകളുടെ കളിയാണ് ജിമെയിലിൽ ഇപ്പോൾ. സ്റ്റോറേജ് സ്പേസ് ആകട്ടെ 15 GB ആക്കി വർദ്ധിപ്പിക്കുകയും ചെയ്തിരിക്കുന്നു.